ഇന്ന് ടൗണിലാകെ ഒരു ബഹളമായിരുന്നു. കാരണം 1, 2 ഉദ്ഘാടനങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ പുതിയ കാഷ്വാലിറ്റി ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അതിനെ തുടർന്നുള്ള ഒരു ഘോഷയാത്രയിലെ അതിമനോഹരമായിട്ട് തോന്നിയ കുറച്ച് ദൃശ്യങ്ങളാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. ഇത്രയും സുന്ദരമായ കാഴ്ചകൾ കണ്ടപ്പം വീഡിയോ എടുക്കാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല. ആദ്യമൊന്നും ഞാൻ വീഡിയോ എടുക്കാതെ മാറി നിൽക്കുമായിരുന്നു. ഇപ്പം ദേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ രസം. ഈ വർണ്ണപ്പകിട്ടുകളൊക്കെ ആസ്വദിക്കാതിരിക്കാൻ തക്ക പോലെ നമ്മളൊന്നും മനസ്സ് മരവിച്ചവരല്ലല്ലോ. പിന്നെ ദേ ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. മുത്തെന്നെ വൈകിട്ട് വിളിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഘോഷയാത്രയൊക്കെ കണ്ട് ഞാൻ നിന്നു. അവൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുമോ പോകാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പം ഞാനിത് കണ്ടിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവനെയും പിടിച്ചവിടെ നിർത്തി. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് റിങ് റോഡിൽ നമ്മൾ സ്ഥിരം പോകാറുള്ളതാണ്. സ്ഥിരം എന്ന് വെച്ചാൽ എന്നൊന്നുമല്ല. മുത്ത് വരുമ്പോൾ അവൻ ഈ സ്പെഷ്യൽ നാരങ്ങാവെള്ളമൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. അവിടെ കുറേ ഉപ്പിലിട്ട വെറൈറ്റിയൊക്കെ ഉണ്ട്. അപ്പം നാരങ്ങാവെള്ളം കുടിക്കാനുള്ള ആരോഗ്യം ഞാൻ വീണ്ടെടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. അന്നത്തെ ആ പനിയും ചുമയൊക്കെ ഇൻഫെക്ഷൻ ഇപ്പോഴും വിട്ട് മാറിയിട്ടില്ല. ഞാൻ പിന്നെ പൈനാപ്പിൾ ഉപ്പിലിട്ടതും പേരയ്ക്ക ഉപ്പിലിട്ടതും ഒക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരുന്നു. ഇവിടെ ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് ജാനിക്കുട്ടിക്കും മാമിക്കും ഒക്കെ വയ്യാഴിയൊക്കെയാണ്. അവർ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നതാണ്. അപ്പോൾ അവരൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് കയറി. അപ്പോൾ ദേ ഇവിടെ ഒരാൾ മേക്കപ്പ് ഒക്കെ കാണിക്കുവാണ്. കയ്യിലും കാലിലും ഒക്കെ നല്ല റോസ് കളറിലെ നെയിൽ പോളിഷ് പുരട്ടി വെച്ചേക്കുവാണ്. അപ്പോൾ അത് ആരാ പുരട്ടി തന്നെന്ന് ചോദിച്ചാൽ പറഞ്ഞു അമ്മമ്മയാണെന്ന്. അപ്പോഴത്തേക്ക് അമ്മമ്മ പറഞ്ഞു കുഞ്ഞോ വഴക്കിട്ടുകൊണ്ടാണ് പുരട്ടി കൊടുത്തതെന്ന്. ഇതിലിപ്പോൾ ആരെ കുറ്റം പറയും. അങ്ങനെ അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഒരു കാപ്പിയൊക്കെ കുടിച്ചു. മാമി ഏത്തയ്ക്ക ഉപ്പേരി ഉണ്ടാക്കിയായിരുന്നു. അതും കഴിച്ച് സന്ധ്യ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ പോയി.